ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് മൊറോക്കൻ വ്ലോഗിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് തന്നെ എയർപോർട്ടിലെത്തി, ഒരു കോസ്റ്റ കോഫിയൊക്കെ കുടിച്ചു ഫ്രഷായി. ദെൻ നമ്മൾ അവിടുന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തി. മോർണിംഗ് 5:55 ഫ്ലൈറ്റ്. അപ്പം ഇവിടെ ഇപ്പം നേരത്തെ തന്നെ സൂര്യനൊക്കെ ഉദിക്കുന്നതുകൊണ്ട് നല്ല വെട്ടമൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി കയറുന്നതിന് മുന്നേ തന്നെ. ഞങ്ങൾ 5 പേരാണ് പോകുന്നത് ഒരുമിച്ച് മൊറോക്കോയിലോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത്. അവർ പിന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു, ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാവരും വേറെ വേറെ സീറ്റിലാണ്, ഒരുമിച്ചൊന്നും അല്ല. ഒരുമിച്ച് നമ്മൾ എടുക്കാനാണ്. ഒരുമിച്ചും കൂടെ എടുത്താൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമ്മളത് എടുത്തില്ല. പിന്നെ അവർ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി. കാരണം അതിന് മുന്നേ നമുക്ക് കുറച്ച് സേഫ്റ്റി ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു തന്നു. ഓക്സിജൻ മാസ്കും സീറ്റ് ബെൽറ്റൊക്കെ ഇടുന്നതിനെ കുറിച്ചൊക്കെ. ദെൻ ഫ്ലൈറ്റ് എടുത്തു. ഞാൻ മിഡിൽ സീറ്റിലായതുകൊണ്ട് എനിക്ക് കുറേ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. സാധാരണ വിൻഡോ സീറ്റാണ് കിട്ടാറ് എപ്പോഴും, ബട്ട് ഇവിടെ ലക്കില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഒരു കോക്കും ഒരു സ്നിക്കേഴ്സും എല്ലാം കൂടെ ഞാൻ വാങ്ങി. അത് ഏകദേശം എനിക്കൊന്ന് 12 യൂറോ അടുപ്പിച്ചു. അതായത് ഒരു ഇന്ത്യൻ 1300 റുപ്പീസ് എന്തോ ആവും ഇത് മൂന്നും കഴിച്ചപ്പോൾ തന്നെ. പിന്നെ ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു യാത്ര അത്ര ഭയങ്കര രസകരമല്ലായിരുന്നു. കാരണം എനിക്ക് നല്ല ചെവി വേദനയായിരുന്നു ലാൻഡിങ് ടൈമിലൊക്കെ. ലാസ്റ്റ് നാട്ടിൽ പോയപ്പോഴും അതേ കണക്കായിരുന്നു, ഇപ്പോഴും അതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ലാൻഡിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വന്നപ്പോഴാണ് നല്ല വെയിൽ. കുറേ നാൾക്ക് ശേഷം തോണി നിൽക്കുന്നു എൻ്റെ കൂടെയുള്ള 4 പേർ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്നോട് ജിത്തു പറയാണ്, അതുകൊണ്ട് അതാണ് എയർപോർട്ടിൻ്റെ നെയിം, അപ്പോൾ നിനക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നീ അവിടെ പോയി എടുത്തു. അങ്ങനെ നീണ്ട ഒരു ക്യൂ നിന്നതിന് ശേഷം നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇതെൻ്റെ 4ാമത്തെ കൺട്രിയാണ്, ഞാൻ വിസിറ്റ് ചെയ്യുന്ന 4ാമത്തെ കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ സീലൊക്കെ കിട്ടിയതിന് ഭയങ്കര ഹാപ്പിയിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ പൈസ എക്സ്ചേഞ്ച് ചെയ്യാനാണ്. നമ്മളെ കയ്യിൽ ഇപ്പോൾ പൗണ്ടാണ്. അപ്പോൾ നമ്മളത് പൗണ്ട് കൊടുത്തിട്ട് മൊറോക്കൻ ദിർഹംസ് എടുത്തു. അപ്പോൾ നമുക്ക് അവിടുത്തെ വാല്യൂ അനുസരിച്ച് ഇപ്പോൾ ഒരു പൗണ്ട് 11 ദിർഹം ആയിരുന്നു അന്നത്തെ റേറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ടൊക്കെ വന്നു. ജിത്തേൻ്റെ ബാഗും പിടിച്ചങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്നെ കുഴഞ്ഞു. ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുഴഞ്ഞു, സൈഡായി. അതിനുശേഷം ഞങ്ങൾ ഇതാണ് എയർപോർട്ട്. അപ്പോൾ നല്ല രസമൊക്കെയാണ് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് വന്നു. നമ്മളുടെ ഗൈഡിനെ തപ്പുമായിരുന്നു നമ്മൾ. അങ്ങനെ ഫൈനലി നമ്മളെ ഗൈഡിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാനാണ് ഫസ്റ്റ് കണ്ടത്. അപ്പം പുള്ളിക്കാരനങ്ങ് ദൂരെ മാറി നിൽക്കുമായിരുന്നു. നമ്മൾ കുറേ ലേറ്റായി പുറത്തോട്ട് ഇറങ്ങി വരാൻ. പിന്നെ അതിനുശേഷം കാറുള്ളിടത്തോട്ട് പോവുകയാണ്, കാർ പാർക്കിംഗ് ഏരിയയിലോട്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ ലഗേജൊക്കെ ആയിട്ട് അങ്ങ് ഫ്രണ്ടിൽ നടന്നു. അപ്പം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ചൂട്. അപ്പോൾ പെട്ടെന്ന് അതായത് അവിടുത്തെ അന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര ഒരു സഫോക്കേഷൻ ആയിരുന്നു. എന്താണ് പറയുക, തണുപ്പത്തിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്നൊരു ചൂടായിട്ട് മാറിയപ്പോഴത്തേക്ക്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കാറിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുത്തില്ലല്ലോ, ഇതാണ് ഹംസ എന്നാണ് ആളുടെ നെയിം. അവളാണ് നമ്മളുടെ കൂടെ ഇനി 4 ദിവസം സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയത് ബാഹിയ പാലസിലാണ്. അപ്പം അത് അവിടുത്തെ ഒരു വലിയ ഒരു ഹിസ്റ്റോറിക്കൽ പാലസാണ്. അപ്പോൾ അതിൻ്റെ വലിയ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഫുള്ള് എന്താ പറയുക, മൊറോക്കൻ ആർക്കിടെക്ചറിൻ്റെയും ഡിസൈനിൻ്റെയും ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ബാഹിയ പാലസ്. ഇത് ഏകദേശം ഒരു 1859 എന്തോളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 166 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത്. ഇവിടെ കുറേ
എക്സിബിഷൻ പോലെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ ഓരോരോ ഏരിയ അതെന്ന് വെച്ചാൽ വലിയൊരു പാലസായിരുന്നു. അത് ഞങ്ങൾ തന്നെ ഏത് വഴിയാണ് കയറിയത് ഏത് വഴി ഇറങ്ങേണ്ടത് എല്ലാം കൂടെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. പക്ഷികളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ അവിടുത്തെ നല്ല ഓറഞ്ച് മരങ്ങളും റോസാപ്പൂക്കളൊക്കെ കണ്ടു. പിന്നെ ഇതെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്, സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാ ടൂറിസ്റ്റുകളും വരുന്നൊരു ടൈം. പിന്നെ ഞങ്ങൾ ദാഹിച്ചിട്ടൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാനായിട്ട് കയറി. ഇവിടുത്തെ മെയിൻ സാധനം ഓറഞ്ചാണ്. എവിടെ ചെന്നാലും ഓറഞ്ച് ജ്യൂസ്. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് എന്ന് വെച്ചാൽ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അത് കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ളൊരു മാർക്കറ്റിലോട്ടാണ്. മറാക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നത്. അവിടെയാണ് എയർപോർട്ട്. അപ്പോൾ മറാക്കേഷിലെ ഒരു വലിയൊരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മാർക്കറ്റൊക്കെ കണ്ടു, എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പം ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള മൊറോക്കൻ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ അവിടുത്തെ മെയിൻ ഒരു ഫേമസ് ഡിഷായിട്ടുള്ള തജീൻ എന്നാണ് ആ ഫുഡിൻ്റെ നെയിം. പക്ഷെ അത് കഴിക്കാനാണ് കയറിയത്. പക്ഷെ ആ ഒരു മോഡലിലല്ല നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇതെന്ന് വെച്ചാൽ ഇവർ വലിയൊരു ഒരു ഹോൾ പോലെ അതിനകത്ത് ലാമ്പിനെ എനിക്ക് തോന്നുന്നു സാൾട്ടും പിന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പൊടികളൊക്കെ ചേർത്തിട്ട് അതിനെ വേവിച്ചിട്ട് അതെങ്ങനെ ഓരോ കിലോയുടെ കണക്കാണ്. 1/2 kg ഉണ്ട്, 1 kg ഉണ്ട്, 2 kg ഉണ്ട്, അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 kg ആണ് പറഞ്ഞിരുന്നത്. 1 kg ലാമ്പ് മീറ്റായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഉണ്ടോ കുറേ പേരിങ്ങനെ നിൽക്കും അവിടെ. അതിൽ നമുക്ക് ബ്രെഡ്, ഇവരുടെ മെയിൻ ഇത് ബ്രെഡാണ്, റൈസല്ല. അപ്പോൾ ബ്രെഡും ഈ ഒരു ഇപ്പോൾ 1 kg ആണെങ്കിൽ 1 kg എടുത്ത് തൂക്കുക, കൊടുക്കുക. അങ്ങനെ അതൊക്കെ കൂടെ ഒരു വെജിറ്റേറിയൻ കുട്ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ അവന് വേണ്ടി കുറച്ച് വേറൊരു ഷോപ്പിൽ കയറി ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാനും ഒരു ജ്യൂസ് വാങ്ങി. നല്ല ടേസ്റ്റായിരുന്നു, മിക്സഡ് ഫ്രൂട്ട് ജ്യൂസായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഷോപ്പിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് AC അല്ല, അതിന് പകരം ഒരു വെള്ളമുണ്ടല്ലോ, വെള്ളം ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്ത്. ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ തരും. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ ഹോട്ടലിലോട്ടാണ്, നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഡേയുടെ സ്റ്റേയിലോട്ട്. അപ്പം പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരു ചെറിയൊരു കാഴ്ചയും കൂടെ കാണാനുണ്ട്, ഒരു വ്യൂ പോയിൻ്റ്, അറ്റ്ലസ് വ്യൂ പോയിൻ്റ്. അപ്പോൾ അതിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ ട്രാവലുണ്ട് മറാക്കേഷിൽ നിന്ന് നമ്മളുടെ അടുത്ത അതായത് നമ്മുടെ അക്കോമഡേഷനിലോട്ട് ഒരു 3 hours ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉറക്കമായി കാറിൽ ഇരുന്ന് ഞാൻ ഇടയ്ക്ക് എണീറ്റ് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ അറ്റ്ലസ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ഏറ്റവും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പം ഇത് എന്ന് വെച്ചാൽ ഒരു മലയുടെ, ഇപ്പം നമ്മൾ ഏകദേശം ഒരു മലയുടെ മണ്ടയ്ക്കായി. ആ വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ മലയുടെ മണ്ടയ്ക്കാണല്ലോ. നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ. കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടും കുറേ പേരുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വ്യൂ. അവിടുന്ന് വ്യൂ പോയിൻ്റൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് നമ്മളുടെ ഫസ്റ്റ് ഡേയിലെ ഹോട്ടലിലോട്ടായിരുന്നു. ഇവിടാണ് നമ്മൾ അന്ന് ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തത്. അപ്പം അവിടെ നല്ല ഒരു റിഫ്രഷിങ് ഫീലായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെല്ലാവരും കുഴഞ്ഞു. പിന്നെ നമ്മൾ അത്യാവശ്യം ഒന്ന് ഇതായിരുന്നു, എങ്ങനെയായിരിക്കും റൂം, എങ്ങനെയായിരിക്കും സ്റ്റേ ഒക്കെ. ബട്ട് നല്ലൊരു സൂപ്പർ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. ഇവിടുത്തെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ടീ ആണ്. ഇവരൊരു ടീയും കുറച്ച് നട്ട്സ് ആ സാധനങ്ങളൊക്കെ നമുക്ക് തരും. ഇതാണ് നമ്മുടെ റൂമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ റൂമും അവിടെ ഇരിക്കാനുള്ള സൗകര്യം, സോഫ, എല്ലാ സെറ്റപ്പായിട്ടുള്ളൊരു, പിന്നെ പുറത്ത് നമ്മളുടെ റൂമിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ അതായിരുന്നു. അതിനുശേഷം ബാത്റൂമും, പിന്നെ ബാത്റൂമിൽ തന്നെ നമുക്ക് വേറെ വാഷിംഗ് ഏരിയ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക തരം ഒരു ഡിസൈൻ. ആ റൂമിലായാലും അവിടുത്തെ ലൈറ്റായാലും എല്ലാം ഒരു പ്രത്യേക ഒരു മൊറോക്കൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു.
ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല. കാരണം നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി ആ ടൈമിൽ. റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് വെക്കേറ്റ് ചെയ്തു. 8:30 തന്നെ നമ്മളൊന്ന് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കാറിലൊക്കെ കയറി സെറ്റായിരുന്നു. ജിത്തു ഭയങ്കര ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നു. മൈൻഡ് ചെയ്തില്ല ഞാൻ. അതിനുശേഷം ഞങ്ങൾ യാത്ര തുടങ്ങി. ഇത് നമ്മളുടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ നമ്മളിന്ന് ഫസ്റ്റ് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ്. അവിടെ അടുത്തൊരു റോസ് ഫാം ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം നമ്മൾ അക്കോമഡേഷനിൽ നിന്ന്. അവിടെ ഈ റോസ് കളക്ട് ചെയ്തിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. ആ റോസ് വാട്ടർ വെച്ച് കുറേ പ്രൊഡക്റ്റ് അവർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കത് കാണാം. അങ്ങനെ ഞങ്ങൾ റോഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ടു യാത്ര തുടങ്ങി. ഇതാണ് നമ്മളുടെ അജിത്ത് ചേട്ടൻ. അപ്പോൾ നമ്മളുടെ ഏറ്റവും മുതിർന്ന ആളാണ്. നമുക്ക് നമ്മളോട് എങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്, ഇന്ന് അവിടെയൊക്കെ പോകണം, ഇവിടെ പോകണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൈമൊക്കെ മാനേജ് ചെയ്യുന്നത്, ഹംസയുടെ അടുത്താണ് നമ്മൾ ഫുൾ സംസാരിക്കുന്നത്. ഹംസയെ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആക്കി. കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ ചോദിച്ച ഒരു ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഒരേ കളറ്. അപ്പം ഹംസ നമ്മളെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ കിങ് കൊണ്ടുവന്നൊരു നിയമമാണ്, എല്ലാ ബിൽഡിങ്ങും ഒരേ കളറ് വേണം, അത് കളർ റെഡായിരിക്കണം, പണിയൊക്കെ കഴിഞ്ഞിട്ട് റെഡ് കളറിൽ തന്നെ വേണമെന്ന്. അവിടുത്തെ കിങ്ങിൻ്റെ പേരാണ് മുഹമ്മദ് 6th. അപ്പം പിന്നെ കുറേ ഈന്തപ്പനകളൊക്കെ ഉണ്ട്, എവിടെ തിരിഞ്ഞാലും ഈന്തപ്പനയും പിന്നെ ഒലിവിൻ്റെ കൃഷിയാണ്. ഈ ചൂടത്ത് ഫുള്ള് വേറെ മരങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഈ കാണുന്ന മഞ്ഞുമലയാണ് അറ്റ്ലസ് മൗണ്ടൻ ആണത്. അവിടെ ഫുള്ള് ഈ ചൂടത്ത് അവിടെ മൊത്തം മഞ്ഞും. അത് നല്ലൊരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം നമ്മൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെത്തി. അവിടെ ഫുള്ള് ടൂറിസ്റ്റുകളായിരുന്നു. അപ്പം സ്പെയിന്, ഫ്രാൻസ് അവിടെ നിന്നൊക്കെ വന്ന ടൂറിസ്റ്റുകളായിരുന്നു. അവർ ഇംഗ്ലീഷ് അധികം സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. അതിനുശേഷം പിന്നെ ഞാൻ അവിടുത്തെ പ്രൊസീജിയറൊക്കെ നോക്കി. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റീം ഡിസ്റ്റിലേഷനാണ്. പണ്ട് പഠിച്ചൊരു ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഹെഡിങ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം സ്റ്റീം ഡിസ്റ്റിലേഷനാണ് ഇവർ ഈ റോസ് വാട്ടർ ഈ റോസ് പെറ്റൽസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ഡിസ്റ്റിലേഷൻ വെസലിൽ ഈ റോസിനെ എല്ലാം ഇങ്ങനെ റോസ് മാത്രം ഇങ്ങനെ അടർത്തിയിട്ട് അവരിങ്ങനെ മിക്സ്, അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിൽ അവരിങ്ങനെ ഈ റോസിനെ എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഒരു വാട്ടർ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് യൂസ് ചെയ്ത് ഇത് കണ്ടോ, റോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോസ് ഫാമിൽ നിന്ന്. അതിങ്ങനെ ഒരു ചാക്ക് കെട്ടിനകത്ത് ഇങ്ങനെ അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെടുക്കുന്നു, അതിലിടുന്നു, എന്നിട്ട് മിക്സ് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റീം കൊടുത്തിട്ട് കൂളിംഗ് പ്രോസസ്സൊക്കെ നടത്തിയിട്ട് വാട്ടറും നമ്മളുടെ ഓയിലും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഒലിവിൻ്റെ പാടമാണിത്. ഇത് ഫുള്ളുണ്ട്, ഒലിവ് ട്രീസാണ് ഫുള്ളി ഇവർ നട്ട് വെച്ചേക്കുന്നത് ഈ വെയിലത്ത്. ഇതെങ്ങനെയാണ് ഇവർ പരിപാലിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ യാത്രയായി. അവിടെ എത്തി ടോഡ്ര ജോർജ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ ചെന്നത്. ഇതൊരു മലയായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നല്ലൊരു റിവർ. ഈ റിവറിൻ്റെ പേരാണ് ടോഡ്ര. ഇത് അറ്റ്ലസ് മൗണ്ടനിൽ നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത്. ദെൻ നമ്മളൊരു കാഴ്ച കണ്ടപ്പം കാറ് നിർത്തിയിട്ട് വ്യൂ ഒക്കെ എടുത്തതാണ് വീഡിയോ. നല്ലൊരു രസമായിരുന്നു. നല്ല ഫുൾ ബിൽഡിംഗ് ഒക്കെ ഒരേപോലെ. അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് റൈസും ചിക്കനും ആയിരുന്നു. ഇവിടെ വെജിറ്റബിൾസ് ഇവർ ഭയങ്കരമായിട്ട് നമുക്ക് ഫുഡിൻ്റെ കൂടെ, അതായത് നമ്മളുടെ റൈസ് ചിക്കൻ്റെ കൂടെ ഒക്കെ വെജിറ്റബിൾസാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അതൊക്കെ കഴിച്ചതിന് ശേഷം ഡെസേർട്ട് വന്നു. അപ്പം ഓരോരുത്തർ ഓരോ ഡിഫറെൻറ്റ് ഡെസേർട്ടാണ്. ഫ്രൂട്ട്സ് എടുത്തവരുണ്ട്. ദെൻ ബിസ്ക്കറ്റ്, മൊറോക്കൻ ബിസ്ക്കറ്റാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. ജിത്തു ചൂസ് ചെയ്തത്. ഞാൻ ഓറഞ്ച് സിനമനും. അതിനുശേഷം നമ്മൾ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ, ഇതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു, നമ്മളുടെ ടൂർ പാക്കേജിൽ. അങ്ങനെ ജിത്തു എനിക്ക് അവിടെ നിന്നിട്ട് ഓരോ ആക്ഷൻസ് ഒക്കെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതാണ് ജിത്തുവിൻ്റെ കോസ്റ്റ്യൂം. അപ്പം നമ്മളുടെ അവിടുത്തെ ഒരു മൊറോക്കൻ സ്റ്റൈലാണിത്. ഒരു ഊരിക്കളഞ്ഞ ചൂടൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഒരു
റെഡ് ആൻഡ് ബ്ലൂ ആയിരുന്നു. അതിനുശേഷം നമ്മൾ തലയിൽ ഒരു ഷോളൊക്കെ മേടിച്ച് നമ്മൾ തലയിൽ അവരെ പോലെയൊക്കെ കെട്ടി നമ്മൾ നേരെ പോകുന്നത് മരുഭൂമിയിലോട്ടാണ്. സഹാറ മരുഭൂമിയിലോട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ പോവാണ്. അപ്പോൾ അതിനുള്ള മുൻകരുതലുകളാണ് ഈ സ്കാർഫൊക്കെ നമ്മൾ കെട്ടിയത്. അതുകൊണ്ട് ദൂരെ കാണുന്നതാണ് നമ്മളുടെ മരുഭൂമി. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്താറായി. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മരുഭൂമിയിലോട്ട് പോകുന്നത്. അപ്പം അത് കാണാൻ, ആ വ്യൂ കാണാനും നല്ല ഒരു ചിത്രം വരച്ച പോലെ ആയിരുന്നു. നമ്മൾ ഫോണിൽ കാണുമ്പോൾ അത്ര ഒരു ഇത് കിട്ടില്ല. അതിനുശേഷം നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ഓഫ് റോഡ് റൈഡൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അടുത്തോട്ട് എത്തുന്നത്. ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്, ഇന്നത്തെ നൈറ്റ് സെക്കൻഡ് ഡേ നൈറ്റ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് മരുഭൂമിയിലാണ്. അപ്പം ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ടാണ് നമ്മൾ ആ ക്യാമ്പിംഗ് സൈറ്റിലോട്ട് പോകുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പോൾ നമ്മൾ മരുഭൂമിൻ്റെ അവിടെ എത്തി, ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറി നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് അവരവിടെ ഇറക്കിയേക്കുവാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റും പൊടിയും, ഉടുപ്പ് ഫുള്ള് പൊടിയായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ സൺസെറ്റ് കാണാൻ നിന്നില്ല. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ അന്നത്തെ വൈകിട്ടത്തെ സ്റ്റേയിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി, പക്ഷേ ഇതിൻ്റെ പുറത്തിരുന്നിട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ഇരിക്കുന്നതുകൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ശേഷം നമ്മൾ കുറച്ചിങ്ങനെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ഇതിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. ക്യാമലിൻ്റെ പുറത്തിരുന്നിട്ട് നമ്മളുടെ അന്നത്തെ വൈകിട്ടത്തുള്ള ക്യാമ്പിലോട്ട്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ടയേർഡായി. വൈകിട്ട് 7 മണിയാണ് ഈ കാണുന്നത്. അവിടെ ഒരു 7:40 സൺസെറ്റ്. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് സൺസെറ്റ് കാണാം എന്നുള്ളൊരു പ്ലാനിലായി. അതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മളുടെ റിസോർട്ടല്ല, ക്യാമ്പിംഗ് സൈറ്റ്. അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ്. അതെല്ലാം ഇറങ്ങിയിരിക്കുന്നതും എല്ലാം ഒരു പ്രോപ്പർ വേയിലാണ്. അയാൾ അത്രയ്ക്ക് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണ് ആ ഒട്ടകങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് റിസോർട്ടിലോട്ടാണ്. അപ്പോൾ റിസോർട്ടിൽ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക്, സെയിം ടീ, അവരുടെ മെയിൻ ടീയും കുറച്ച് നട്ട്സൊക്കെ അവിടെ ഓൾറെഡി അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് ആ ടീക്ക്. അതിനുശേഷം ഇതാണ് നമ്മൾ സെക്കൻഡ് ഡേ താമസിക്കാൻ പോകുന്ന ക്യാമ്പ്. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ക്യാമ്പിൽ വരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ മൂന്ന് ഫാമിലി ആയിരുന്നു. അതായത് 2 കപ്പിൾസും ഒരാൾ സിംഗിളും ആയിരുന്നു. അപ്പോൾ 3 റൂംസ് ആയിരുന്നു നമുക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് എൻ്റെയും ജിത്തുവിൻ്റെ റൂമായിരുന്നു. പക്ഷേ അവിടെ 4 ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഗ്രൂപ്പായിട്ട് വന്നാലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ രാത്രി പുറത്തോട്ടൊക്കെ ഇറങ്ങി ഫ്രഷായി കുളിച്ചു. ഫുള്ള് മണ്ണായിരുന്നു അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്, ഡിന്നർ. അപ്പം ചെന്നപ്പോൾ തന്നെ ഫുൾ അവിടെ എന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എല്ലാവർക്കും സെപ്പറേറ്റ് ടേബിളും ഓരോരോ ഗ്രൂപ്പിന്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെ ബ്രെഡും ഇവിടുത്തെ മെയിൻ സാധനം എല്ലാ ഡിഷിൻ്റെ കൂടെയും ഫസ്റ്റ് അവർ തരുന്നത് പംകിൻ സൂപ്പാണ്. ഇത് ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ഫസ്റ്റ് ഈ ഒരു സൂപ്പാണ് നമുക്ക് അവർ തരുന്നത്. അതിനുശേഷം നല്ലൊരു വെജിറ്റബിൾ സലാഡ്. അത് എന്ന് വെച്ചാൽ ഫുള്ളോ ആപ്പിൾ, ഓറഞ്ച്, ടൊമാറ്റോ, കുക്കുംബർ, പിന്നെ ഞാനതിനകത്ത് കുറച്ച് സ്പിനാച്ച്, മാക്കറോണി അതൊക്കെ ഉണ്ടായിരുന്നു. നൈസായിരുന്നു. അതിനുശേഷം അവരെനിക്ക് ഒരു ചിക്കൻ വിത്ത് സോസ് അത് തന്നു, വിത്ത് വെജിറ്റബിൾസ്. അതിലും വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ഫുള്ള് കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നെ ഡെസേർട്ട് വരുന്നത്. ഞാനൊരു കേക്കായിരുന്നു. അവിടെ ഓപ്ഷനൊന്നുമില്ലായിരുന്നു, അവർ തന്നെ കൊണ്ടുവരുമായിരുന്നു ഡിന്നറിന്. അപ്പം ഡിന്നർ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നിരിക്കുക, കഴിക്കുക. അതിനുശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ക്യാമ്പ് ഫയർ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു കാണും. അപ്പോൾ ഞങ്ങൾ വന്നിരുന്നു. എന്താണെന്ന് അവരുടെ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവരുടെ സോങ്ങും അവരുടെ മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യാമെന്നും പറഞ്ഞ് വന്നതാണ്. അങ്ങനെ അവർ ഫയറൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു അവരുടേതായിട്ടുള്ളൊരു കൾച്ചറൽ
സോങ്സ് ആൻഡ് മ്യൂസിക്. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം നമ്മുടെ ലൈഫിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ. നമ്മളിനി ഇങ്ങനെ ഒരു കൺട്രി പോകാനോ ഇതൊക്കെ കാണാനോ പോകുന്നില്ലല്ലോ. അപ്പം മാക്സിമം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്ത് ആ മൊമെൻറ്റ്. അതിന് ശേഷം നമ്മൾ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആളുടെ വൈഫ് സർപ്രൈസ് ആയിട്ടൊരു കേക്കും ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയിൽ, അതായത് ആ കേക്ക് കട്ടിങ്ങിൽ ഞങ്ങൾ പങ്കെടുത്തു, കേക്കൊക്കെ കഴിച്ചു, അങ്ങനെ ഫുൾ എൻജോയ് ചെയ്തു അന്നത്തെ നൈറ്റ്. അതിനുശേഷം നമ്മൾ പിന്നെ ഉറങ്ങാനൊക്കെ പോയി കിടന്നു. ഫസ്റ്റ് ഡേയുടെ നൈറ്റോ അവിടുത്തെ ഫുഡോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് ഫോൺ ചാർജിങ്ങിലായിരുന്നു ആ ടൈമിൽ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി തേർഡും ഫോർത്ത് ഡേ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.